ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സോക്ക ലോകകപ്പ് 6 സൈഡ് ഫുട്ബോൾ ടൂർണമെന്റിന് മസ്കറ്റിൽ ഇന്ന് തുടക്കം. മിഡിൽ ഈസ്റ്റിൽ ആദ്യമായി നടക്കുന്ന ഈ കായിക മാമാങ്കത്തിൽ ലോകമെമ്പാടുമുള്ള 40 ടീമുകൾ പങ്കെടുക്കും. ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷനിലെ സ്പോർട്സ് മേക്കേഴ്സ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ സെയ്ദ് നാദിർ ബിൻ ജലൻ അൽ സൗദ് നേതൃത്വം വഹിക്കും. ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ ഒമാൻ ഇറ്റലിയെ നേരിടും. മത്സരത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയതായി സംഘാടകർ അറിയിച്ചു. 5 ടീമുകൾ വീതം 8 ഗ്രൂപ്പുകളിലായാണ് ഏറ്റുമുട്ടുന്നത്. US, ഇറ്റലി, കാനഡ, ഖത്തർ എന്നിവയ്ക്കൊപ്പം ഗ്രൂപ്പ് 1 ഒമാൻ. ജർമ്മനി, ബൾഗേറിയ, ജോർജിയ, ലിബിയ, സെർബിയ എന്നിവർ ഗ്രൂപ്പ് 2 3 ഗ്രീസ്, ബെൽജിയം, സൈപ്രസ്, കുവൈറ്റ്, ഇറാഖ് എന്നിവരുമാണ്. ബ്രസീൽ, ഈജിപ്ത്, അയർലൻഡ്, കൊളംബിയ, ഇറാൻ എന്നിവരടങ്ങുന്നതാണ് ഗ്രൂപ്പ് 4. പോളണ്ട്, ഫ്രാൻസ്, തുർക്കി, പാകിസ്ഥാൻ, ഹെയ്ത്തി എന്നിവരാണ് ഗ്രൂപ്പ് 5 6 മെക്സിക്കോ, ലത്വിയ, അൽബേനിയ, പെറു, ഓസ്ട്രേലിയ എന്നിവയാണ്. ഗ്രൂപ്പ് 7 ഖസാക്കിസ്ഥാൻ, ഇംഗ്ലണ്ട്, റൊമാനിയ, ഉറുഗ്വേ, സുഡാനും ആണ്. ഗ്രൂപ്പ് 8 ക്രൊയേഷ്യ, ഹംഗറി, അർജന്റീന, തുനീഷ്യ, ദക്ഷിണാഫ്രിക്ക എന്നിവയും ഉൾപ്പെടുന്നു. ഓരോ ഗ്രൂപ്പിലെയും മുൻനിരയിലെത്തുന്നവർ നോക്കൌട്ട് റൗണ്ടിലേക്ക് കടക്കും. ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷനിൽ നിർമ്മാണം പൂർത്തിയാക്കിയ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്കനുസൃതമായുള്ള സ്റ്റേഡിയത്തിലാണ് ലോകകപ്പ് അരങ്ങേറുക. കായിക മത്സരങ്ങൾക്ക് അസാധാരണമായ ഒരു പ്ലാറ്റ്ഫോം നൽകാനുള്ള ഒമാന്റെ പ്രതിബദ്ധതയാണ് ഈ അത്യാധുനിക സൗകര്യം പ്രതിഫലിപ്പിക്കുന്നതെന്ന് മിഡിൽ ഈസ്റ്റ് സോക്ക ഫെഡറേഷൻ പ്രസിഡന്റും സംഘാടക സമിതി ഡയറക്ടറുമായ വലീദ് അൽ ഉബൈദാനി അറിയിച്ചു. സോക്ക ലോകകപ്പ് ആതിഥേയരെ വഹിക്കുന്നത് ഒമാനെ സംബന്ധിച്ചിടത്തോളം ഒരു സുപ്രധാന നാഴികക്കല്ലാണെന്നും ആഗോള കായിക രംഗത്ത് അതിന്റെ വർദ്ധിച്ചുവരുന്ന സാന്നിധ്യം അടിവരയിടുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സോക്ക ലോകകപ്പ് ആതിഥേയത്വം വഹിക്കുന്നത് ഒമാനെ സംബന്ധിച്ചിടത്തോളം ഒരു സുപ്രധാന നാഴികക്കല്ലാണെന്നും ആഗോള കായിക രംഗത്ത് അതിന്റെ വർദ്ധിച്ചുവരുന്ന സാന്നിധ്യം അടിവരയിടുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ടൂർണമെന്റിൽ ദിവസവും രാത്രി 11 വരെ കുടുംബ സൗഹൃദ വിനോദ സാംസ്കാരിക പരിപാടികളും ഉണ്ടായിരിക്കും. ഇത് സന്ദർശകർക്കും പങ്കെടുക്കുന്നവർക്കും ആവേശം പകരും. ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയ ഭക്ഷ്യവിതരണ സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചു. ബിദിയ മുനിസിപ്പാലിറ്റിയിലെ ഫുഡ് കൺട്രോൾ ആൻഡ് ലൈസൻസിംഗ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് നിയമലംഘനങ്ങൾ കണ്ടെത്തിയത്. 13 സ്ഥാപനങ്ങൾ സന്ദർശിച്ച സംഘം 2 നിയമലംഘനങ്ങളാണ് രേഖപ്പെടുത്തിയത്. ഭക്ഷ്യസുരക്ഷാ ചട്ടങ്ങൾ പാലിക്കാത്ത ഒരു സ്ഥാപനം അടച്ചുപൂട്ടി. ഉപയോഗശൂന്യമായ 158 ഇനങ്ങളും 2 കിലോഗ്രാം ഭക്ഷ്യവസ്തുക്കളും പിടിച്ചെടുത്തതായി നഗരസഭ കൂട്ടിച്ചേർത്തു. ഒമാനിൽ ഇന്ന് മുതൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. ഞായറാഴ്ച വരെ വടക്കൻ ഗവർണറേറ്റുകളിലായിരിക്കും കാറ്റും മഴയും ഉണ്ടാവുക. അൽ ഹജർ പർവ്വത നിരകളിൽ ഇടിമിന്നലോട് കൂടിയ മഴ പെയ്തേക്കാം. വരും ദിവസങ്ങളിൽ ശക്തമായ വടക്ക് പടിഞ്ഞാറൻ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ കൂട്ടിച്ചേർത്തു. ഇതിന്റെ ഭാഗമായി താപനിലയിൽ പ്രകടമായ മാറ്റം വരും. മുസന്തം, ബുറൈബി, ദാഹിറ, ദാഖ്ലിയ, അൽവുസ്ത, ദോഫർ ഗവർണറേറ്റുകൾ ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങളെ ബാധിക്കുന്ന കാറ്റ് ദിവസങ്ങളോളം തുടരുമെന്നാണ് കരുതുന്നത്. കടലും പ്രക്ഷുബ്ധമായേക്കാം. മുസന്തം, ഒമാൻ കടൽ തീരങ്ങളിൽ 2.5 മീറ്റർ വരെ തിരമാലകൾ ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മരുഭൂമിയിലും തുറസായ പ്രദേശങ്ങളിലും പൊടിക്കാറ്റിന് സാധ്യതയുണ്ടെന്നും ഇത് ദൂരക്കാഴ്ചയെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്നും ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. അൽവുസ്ത ഗവർണറേറ്റിൽ ഇന്ധനമോഷണത്തിന് 2 ഏഷ്യക്കാരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രദേശത്തെ ഒരു കമ്പനിയിൽ നിന്നും ഡീസൽ മോഷ്ടിച്ച സംഭവത്തിലാണ് പ്രതികളെ പിടികൂടിയത്. പെട്രോളിയം ട്രാൻസ്പോർട്ട് ട്രക്ക് ഉപയോഗിച്ച് മോഷണം നടത്തുന്നതിനിടയിലാണ് 2 പേരെ ഓയിൽ ആൻഡ് ഗ്യാസ് ഫെസിലിറ്റി സെക്യൂരിറ്റി പോലീസ് കമാൻഡ് പിടികൂടിയത്. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്നും പോലീസ് വ്യക്തമാക്കി. സ്കൂൾ കെട്ടിടം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നിർമ്മിച്ച് നൽകുന്നതുമായി ബന്ധപ്പെട്ട കരാർ ലംഘിച്ചതിന് ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡിന് 9,49,659 റിയാൽ ഒമാൻ കോടതി പിഴയിട്ടതിന് പിന്നാലെ രക്ഷിതാക്കൾ ആശങ്കയുമായി രംഗത്ത്. ഇത് 20 കോടിയിലധികം ഇന്ത്യൻ രൂപയുണ്ട്.
പിഴ ഇനത്തിൽ ഇത്രയും തുക അടയ്ക്കേണ്ടി വരുന്നതോടെ ഫീസ് ഇനത്തിലും മറ്റുമായി വിദ്യാർത്ഥികളിൽ നിന്നും കൂടുതൽ തുക സ്കൂളുകൾ ഈടാക്കിയേക്കുമെന്നും ഇത് വലിയ സാമ്പത്തിക ഭാരം ഇതുമൂലമുണ്ടാകുമെന്നുമുള്ള ആശങ്കയിലാണ് രക്ഷിതാക്കൾ. ബർക്കയിൽ ഇന്ത്യൻ സ്കൂൾ ആരംഭിക്കുന്നതിനായി കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളും നിർമ്മിച്ചു നൽകുന്നതിന് കെട്ടിട ഉടമയുമായുള്ള ലീസ് ഹോൾഡ് കരാർ ലംഘിച്ചതിനാണ് പിഴ കോടതി ചുമത്തിയത്. അൽ ജനീന പ്രദേശത്ത് സ്കൂളിനാവശ്യമായ കെട്ടിടം നിർമ്മിക്കുകയും ബന്ധപ്പെട്ട അനുമതികൾ നേടുകയും ചെയ്ത് കൈമാറുന്നതിനായിരുന്നു കെട്ടിട ഉടമയുമായി 2015 സ്കൂൾ ബോർഡ് കരാർ ഒപ്പിട്ടത്. ഇതുപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുകയും മറ്റും ചെയ്തെങ്കിലും കരാറിൽ നിന്നും ഇന്ത്യൻ സ്കൂൾ ബോർഡ് പിന്മാറുകയായിരുന്നു. ഇതോടെ കെട്ടിട ഉടമ കോടതിയെ സമീപിച്ചു. വർഷങ്ങളുടെ നിയമ വ്യവഹാരത്തിന് ശേഷമാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. 20 വർഷത്തേക്ക് കണക്കാക്കിയ ലീസ് ഹോൾഡ് കരാർ ലംഘിക്കപ്പെട്ടു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇത്രയും തുക നഷ്ടപരിഹാരം നൽകാൻ വിധിച്ചിരിക്കുന്നത്. പിഴത്തുകയ്ക്ക് പുറമെ കേസ് നടത്തിപ്പ് ചെലവുകളും നൽകേണ്ടതുണ്ട്. അതേസമയം ഇത്രയും പണം ഇന്ത്യൻ സ്കൂൾ ബോർഡിന്റെ ഖജനാവിൽ നിന്നും നൽകേണ്ട സ്ഥിതിയാണുള്ളത്. തുക കണ്ടെത്തേണ്ട ഭാരം വിദ്യാർത്ഥികളിലേക്ക് വന്നാൽ അത് രക്ഷിതാക്കൾക്കും വലിയ തിരിച്ചടിയാകും. ഒമാനിൽ 22 ഇന്ത്യൻ സ്കൂളുകളിലായി 47,000-ൽ പരം വിദ്യാർത്ഥികളാണ് ബോർഡിന് കീഴിൽ പഠനം നടത്തുന്നത്. ഭീമമായ തുക ബോർഡ് തന്നെ അടയ്ക്കേണ്ടതിനാൽ ഈ സാമ്പത്തിക ഭാരം വിദ്യാർത്ഥികളെ ബാധിക്കുമെന്നാണ് ആശങ്ക. ഇന്ത്യൻ സ്കൂളുകളിൽ വിദ്യാർത്ഥികളിൽ നിന്നും വലിയ തുകയാണ് ഓരോ അധ്യയന വർഷവും ഈടാക്കുന്നതെന്നും പ്രവേശനം നേടുമ്പോഴും തുടർന്ന് ഫീസ് ഇനത്തിലും തുടങ്ങി വലിയ തുക ഇപ്പോൾ തന്നെ ചെലവഴിക്കേണ്ടി വരുന്നതായും രക്ഷിതാക്കൾ പറയുന്നു. നിലവിലെ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ വിവിധ പേരുകളിൽ സ്കൂളുകൾ പണം ആവശ്യപ്പെടാനും ഫീസ് നിരക്ക് ഉയർത്താനും സാധ്യതയുണ്ടെന്ന് ഭയപ്പെടുന്നതായും ഇതിനോട് സഹകരിക്കാൻ സാധിക്കില്ലെന്നും രക്ഷിതാക്കൾ അഭിപ്രായപ്പെട്ടു. കുപ്പിവെള്ളത്തിൽ ലയിപ്പിച്ച് ക്രിസ്റ്റൽ മെത്ത് കടത്തിയ പ്രതികൾ അറസ്റ്റിലായി. തെക്കൻ ബാത്തിന ഗവർണറേറ്റിലാണ് 2 ഏഷ്യക്കാരെ റോയൽ ഒമൻ പോലീസ് അറസ്റ്റ് ചെയ്തത്. ആന്റി നാർക്കോട്ടിക്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് വിഭാഗമാണ് പ്രതികളെ പിടികൂടിയത്. ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും പോലീസ് എക്സിൽ വ്യക്തമാക്കി. ലബനനിലെ വെടിനിർത്തൽ പ്രഖ്യാപനത്തെ ഒമാൻ സ്വാഗതം ചെയ്തു. ഈ കരാറിലെത്താൻ നടത്തിയ അന്താരാഷ്ട്ര ശ്രമങ്ങളെ അഭിനന്ദിക്കുകയാണെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. മത്സ്യബന്ധന ബോട്ടിൽ നിന്നും വീണതിനെ തുടർന്ന് കടലിൽ കാണാതായ ആളിന് വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. സൂർ വിലായത്തിലെ അൽബാർ ഏരിയയ്ക്ക് സമീപം വ്യാഴാഴ്ചയാണ് ഇയാൾ കടലിൽ വീണത്. ആധുനിക സൗകര്യങ്ങൾ ഉപയോഗിച്ച് വിപുലമായ രക്ഷാപ്രവർത്തനങ്ങളാണ് അധികൃതർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കൾക്കൊപ്പം മത്സ്യബന്ധനത്തിന് പോകുന്നതിനിടയിലാണ് സംഭവം. അബ്ദുൽ ഹാദി അൽ സാൽത്തിയെ അവസാനമായി കണ്ടത് രാത്രി 9 മണിക്കാണെന്നും കൂടെയുണ്ടായിരുന്നവർ പറയുന്നു. ബോട്ടിന്റെ മുൻവശത്ത് ഇരിക്കുന്നതായാണ് കണ്ടത്. വീഴുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഓക്കാനം, തലകറക്കം എന്നിവ അനുഭവപ്പെട്ടതായി ദൃക്സാക്ഷികൾ പറയുന്നു. ഹെലികോപ്റ്ററും മുങ്ങൽ വിദഗ്ധരും പ്രാദേശിക മത്സ്യത്തൊഴിലാളികളും തിരച്ചിലുമായി രംഗത്തുണ്ട്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.